എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഹം ബ്രഹ്മാസ്മിയുടെ രണ്ടാമത്തെ സെഷനിലെ 16ാമത്തെ ക്ലാസ് ആണ്. ആദിശങ്കരാചാര്യ വിരചിതമായ ഭജഗോവിന്ദമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനയിൽ നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ശിവരാത്രിക്ക് നമ്മൾ ആരംഭിച്ച ഒരു പ്രാർത്ഥന, ദേവദേവനായ മഹാദേവനോടുള്ള പ്രാർത്ഥനയോടുകൂടി അടുത്ത ശിവരാത്രിക്ക് മുമ്പായി കാലടിയിൽ നമുക്കൊരാസ്ഥാന മന്ദിരം എന്നുള്ള ഒരു സ്വപ്നത്തോടുകൂടി ഭഗവാന്റെ തൃപാദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ അഹം ബ്രഹ്മാസ്മി ആരംഭിക്കാം. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി തുടർന്നുള്ള ക്ലാസ്സിനുമായി നമുക്ക് പ്രിയപ്പെട്ട ജയേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തോളൂ. ജയശങ്കര. 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 അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതപശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധഭവതു മേ സദാ. സവിത്രീർഭീർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ജന്തി യതിയഃ സകർത്താ കാവ്യാനാം ഭവതി മഹതം ഭംഗരുചിഭിः വചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈ. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ പാദാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ടും ത്രിപുരസുന്ദരി ഭഗവതി ജഗദംബയെ സ്മരിച്ചുകൊണ്ടും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഒരു ആസ്ഥാന മണ്ഡപം കാലടിയിൽ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി കഴിഞ്ഞ ശിവരാത്രി മുതൽ നാം ഒരു പ്രതിജ്ഞയെടുത്ത് നമ്മളുടെ എല്ലാ ചെയ്തികളും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലേക്കുള്ള സമർപ്പണമാണ്, പ്രാർത്ഥനയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആണ് നാം ചെയ്തു വരുന്നത്. അങ്ങനെ അഹം ബ്രഹ്മാസ്മിയുടെ ഇന്നത്തെ ക്ലാസ്സും ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയും ആ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ജയശങ്കര. നമ്മൾ ഇത് ഇടയ്ക്ക് ഒരു ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായിരിക്കുന്ന കൃതികളെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് ഇതിനു മുമ്പ് നാം പഠിക്കുകയുണ്ടായി. ആചാര്യസ്വാമികളുടെ കൃതികളിൽ വളരെ ശ്രേഷ്ഠമായ കൃതിയായ സൗന്ദര്യലഹരിയെ അർത്ഥമറിഞ്ഞ് പഠിക്കുവാനും അത് ഉപാസനയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് ഉപാസന ശീലിക്കുവാനും നാം പഠിച്ചു. അത് നമ്മളിൽ പലരും ഉപാസന നടത്തുന്നു എന്നറിയുന്നതിൽ വളരെ ചാരിതാർത്ഥ്യജനകമാണത്. അതിനുശേഷം സൗന്ദര്യലഹരിയുടെ പഠനത്തിന് ശേഷം നാം മോഹമുദ്ഗുരം എന്ന ആചാര്യസ്വാമികളുടെ ഏറ്റവും പ്രകൃഷ്ടമായ പ്രകരണഗ്രന്ഥം, എന്താണ് പ്രകരണഗ്രന്ഥം എന്ന് നാം പഠിക്കുകയുണ്ടായി. ഇതുണ്ടാകാനുള്ള സാഹചര്യം എന്ത് എന്ന് നാം പറയുകയുണ്ടായി. ആചാര്യസ്വാമികളുടെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ആചാര്യസ്വാമികളുടെ കൃതികളെക്കുറിച്ചും നമ്മൾ വിപുലമായി സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിലോട്ടൊന്നും കടക്കുന്നില്ല. മോഹമുദ്ഗുരം, മോഹത്തെ ഉലക്ക കൊണ്ടടിക്കുക. മുദ്ഗുരം എന്ന് പറഞ്ഞാൽ ഉലക്ക, മോഹത്തെ ഉലക്ക കൊണ്ടടിക്കുക. അതിന് വഴി എന്താണ്? ഭജഗോവിന്ദം. അതുകൊണ്ട് ആ സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കുക മാത്രമേ ഈ സംസാര ലോകത്തിൽ നിന്നും രക്ഷ നേടുവാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കൃതിയിൽ എല്ലായിടത്തും ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ എന്ന് പറയുന്നത് കൊണ്ട് ഭജഗോവിന്ദം എന്ന നാമധേയവും ഇതിനുണ്ട്. അതിന് രണ്ട് രീതിയാണ്, നാം അതിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് ചർച്ച ചെയ്തു.
ദ്വാദശ പഞ്ചരികയും എന്നും അതേപോലെ തന്നെ ചർപ്പട പഞ്ചരിക അല്ലെങ്കിൽ ചതുർദശ പഞ്ചരിക എന്നും നാം പറയുകയുണ്ടായി. ദ്വാദശ പഞ്ചരികയിലെ ശ്ലോകങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഇപ്പോൾ നമ്മൾ ചർപ്പട പഞ്ചരികയിലെ 9ാമത്തെ ശ്ലോകം വരെയാണ് എത്തി നിൽക്കുന്നത്. ആ ശ്ലോകം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അതിനു മുമ്പ് ആ ഭജഗോവിന്ദം ഒന്നുകൂടെ ചൊല്ലാം. നമ്മളെല്ലാം മറന്നിരിക്കുന്ന ഒന്നല്ലേ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്ഞ് കരണേ. അപ്പോ സന്നിഹിതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ, കാലേ സംപ്രാപ്തേ കാലേ സന്നിഹിതേ. അപ്പോൾ മരണമാസന്നമായിരിക്കുമ്പോൾ യാതൊന്നിനും അർത്ഥമില്ല. എന്താണ്? മുക്തി നേടണമെങ്കിൽ സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കണം എന്നതിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അത് പറയുന്നത് ഇങ്ങനെയാണ്: പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഇഹ സംസാരേ ഖലു ദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. നമ്മൾ നോക്കാം. പുനരപി ജനനം പുനരപി മരണം. എന്താണ്? പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. അപ്പൊ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? സാക്ഷാൽ ആത്മാവിനെ കുറിച്ച്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഇഹ സംസാരേ ഖലു ദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. എന്താണ്? പുനരപി ജനനം. പുനഃ എന്താണ്? പുനഃ വീണ്ടും. അപി അപ്പം വീണ്ടും വീണ്ടുമുള്ള അതാണ് പുനഃ അപി വീണ്ടും വീണ്ടുമുള്ള, അല്ലെ വീണ്ടും വീണ്ടും എന്നുള്ളത്. ജനനം വീണ്ടും ജനിക്കുകയാണ്. പുനരപി മരണം പുനഃ വീണ്ടും മരണം. അപ്പൊ വീണ്ടും വീണ്ടും ജനിക്കുകയും വീണ്ടും വീണ്ടും മരിക്കുകയും ചെയ്യുന്നു, അല്ലെ? പുനരപി ജനനം വീണ്ടും വീണ്ടും ജനിക്കുന്നു. പുനരപി മരണം വീണ്ടും വീണ്ടും മരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീടോ പുനരപി ജനനീ ജഠരേ ശയനം. ജഠരം എന്നാൽ ഉദരം, വയറില്. പുനരപി വീണ്ടും എങ്ങനെ? ജഠരേ ശയനം. ആ ജഠരത്തില് കിടക്കണം. 9 മാസം ഗർഭപാത്രത്തിൽ കിടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ സംസാര ലോകത്ത് ഒരാത്മാവിനുണ്ടാകുന്ന കഷ്ടപ്പാട്, വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു. പക്ഷെ ഇതിനെല്ലാം ഉപരി ഈ ജനനമരണ ചാക്രികമായ സ്വഭാവത്തിനിടയ്ക്ക് ജഠരേ ശയനം. എങ്ങനെയാ കിടക്കുന്നത്? ഒടിഞ്ഞുകുത്തി വളരെ ദുഃഖിച്ച് കൈയും കാലും അനക്കുവാൻ പോലും വയ്യാതെ അമ്മയുടെ ഗർഭപാത്രത്തില്. അത് എന്താണ്? മലമൂത്ര വിസർജ്യങ്ങളും എല്ലാം അതിനിടയ്ക്ക്. എത്ര ദുസ്സഹമാണ്. അപ്പൊ ഈ സംസാര ജീവിതം, അപ്പൊ ഈ പുനർജന്മങ്ങളുടെ വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ക്ലേശകരമായ സൈക്ലിക് പ്രോസസ്സാണ്. അത് എത്ര ദുഷ്കരമാണ്. അമ്മയുടെ വയറ്റില് ഈ ഈ വസ്തുക്കളെ എല്ലാം സഹിച്ചുകൊണ്ട് ഇത് വളരെ ദുഷ്കരമായ രീതിയിൽ കിടക്കേണ്ട അവസ്ഥയും കൂടിയാണ്. അപ്പോ എന്നിട്ടോ ഇഹ സംസാരേ എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിൽ ഇങ്ങനെയുള്ള ഇഹലോകത്തെ കുറിച്ചാണ്. ഈ ഇഹലോകത്തിലെ സംസാരം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ജീവിതങ്ങൾ, ഈ സംസാര ലോകം, ഈ കാണുന്ന
മനുഷ്യ ശരീരമെടുത്ത് ജീവിക്കുന്ന ഇഹലോകത്തിൽ ജീവിക്കുന്ന ജീവനെയാണ് സംസാരം, അല്ലെങ്കിൽ ഉഴലുന്ന ജീവിതത്തെയാണ്, ദുഃഖിക്കുന്ന ജീവിതമാണ് ഈ സംസാര ജീവിതം. ഈ സംസാരത്തില്, ഈ സംസാരക്കടലില് ഇഹ സംസാരേ ഖലു ദുസ്താരേ, ഖലു ഇങ്ങനെയുള്ള എന്നർത്ഥം. ദുസ്താരേ, ദുസ്താരേ എന്ന വാക്കിന്റെ അർത്ഥം കടക്കുവാൻ പ്രയാസമുള്ള സംസാരം, അതായത് വളരെ ദുർഘടമായിരിക്കുന്ന, അതാണ് ദുർഘടമാണ് ദുസ്താരേ. ഏത്? സംസാരക്കടല്. അതാണ് ഇഹ സംസാരേ, ഈ സംസാരമാകുന്ന കടല് കടക്കുവാൻ വളരെ ദുഷ്കരമാണ്. ഖലു ദുസ്താരേ, ഇങ്ങനെയുള്ള, അപ്പം എങ്ങനെയുള്ള ദുസ്താരം, ഇങ്ങനെയുള്ള ദുസ്താരമായിരിക്കുന്ന ഈ കടല്, ഇഹ സംസാരേ ഖലു ദുസ്താരേ, കടക്കുവാൻ എന്ത് വേണം? കൃപയാ പാരേ പാഹി മുരാരേ. മുരാരേ എന്നാണ്. അല്ലയോ ഭഗവാനെ വിഷ്ണു, മുരാന്തകനായിരിക്കുന്ന, അല്ലേ, ആ കഥ നമുക്കറിയാം. മുരാന്തകനായിരിക്കുന്ന ഭഗവാനെ വിഷ്ണു, അങ്ങ് കൃപയാ, ദയയാലും എന്നെ രക്ഷിച്ചാലും എന്നെ എന്ത് ചെയ്യണം? പാരേ. അപ്പം കൃപയാ പാരേ, കൃപയാ അപാരേ, അപാരേ ദുസ്താരേ, അപാരേ ഈ ദുസ്താരം, അപാരം എന്ന് പറഞ്ഞാൽ ഒട്ടും കരയില്ലാതെ വളരെ വിസ്തൃതമായി കിടക്കുന്നതാണ്. നമ്മൾ പറയാറില്ലേ, കടൽ കണ്ടു എന്തൊരു അപാരതയാണ്, അല്ലേ, വളരെ വിസ്തീർണമുള്ളതാണ്. അപ്പൊ കടലിന്റെ മറ്റേ എവിടെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ബീച്ചിൽ നിന്ന് കഴിഞ്ഞാൽ അക്കരെ എവിടെ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അപാരമാണ്. പാരേ, കര. അപ്പൊ ഈ കരയില്ലാത്ത വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിക്കുന്ന, അതാണ് ഈ സംസാര ലോകം. ഈ സംസാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. അപ്പൊ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? ആ കരയിൽ നിൽക്കുന്ന ഒരാൾക്കല്ലേ ഒരാളെ രക്ഷിക്കാൻ ഒക്കൂ. ഒരു കരയിൽ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ബോട്ടിലായിരിക്കണം, അല്ലേ? ബോട്ടിലായിരിക്കണം എന്ന് പറയാൻ എന്താണ്? നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭീഷ്മദ്രോണ തടാജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വചനാം കർണേന വേലാകുലാം അശ്വത്ഥാമാവികർണ ഘോരമകര ദുര്യോധനാവർത്തിനീം സോതീർണ ഖലു പാണ്ഡവൈരണ നദി കൈവർത്തക കേശവ. നോക്കൂ, കൈവർത്തക കേശവ. സാക്ഷാൽ പാണ്ഡവന്മാർ എങ്ങനെ നിൽക്കുന്നു? ഭീഷ്മദ്രോണ തട്ട, ഭീഷ്മനും ദ്രോണനൊക്കെ വളരെ മഹാതടങ്ങളായിട്ടാണ്. ജയദ്രഥ ജല, കുത്തി ഒഴുകുന്ന നദിയായിട്ട് ജയദ്രഥൻ. ഭീഷ്മദ്രോണ തട്ട ജയദ്രഥ ജല ഗാന്ധാര നീലോപല, നീലോപലങ്ങളായിട്ട് വളരെ ഉറച്ച കല്ലുകളായിട്ടാണ്. ഏത്? ഗാന്ധാര നീലോൽപല ശല്യഗ്രാഹവതി കൃപേണ വഹനി, കൃപൻ ഊറ്റി ഒഴുകുന്ന വെള്ളമായിട്ട്. ശല്യഗ്രാഹവതി, ശല്യര്, കൃപേണ വഹനി. പിന്നീടോ കർണേന വേലാകുല, ആരും തോൽപ്പിക്കാനൊക്കാത്ത കർണൻ, വേലാകുലനായിരിക്കുന്ന കർണനും. അപ്പൊ എന്താണ്? അങ്ങനെയുള്ളടുക്ക് നടുക്ക് പെട്ടിരിക്കുകയാണ് പാണ്ഡവന്മാര്. അങ്ങനെയുള്ള പാണ്ഡവന്മാർ എന്താണ്? പിന്നെ അശ്വത്ഥാമാവികർണ ഘോരമകര, മകര മത്സ്യം, അല്ലെങ്കിൽ ക്രൊക്കഡൈൽ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ജീവികൾക്ക് അശ്വത്ഥാമാവികർണ, അശ്വത്ഥാമാവ്, വികർണൻ, ഇവര് വളരെ വലിയ മകരമത്സ്യങ്ങളെ പോലെ നിൽക്കുന്നു. അപ്പൊ വെള്ളത്തിൽ വീണാൽ അവർ പിടിക്കും എന്നുള്ളതാണ് ഉറപ്പാ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കുകയല്ല. അപ്പൊ അശ്വത്ഥാമാവികർണ ഘോരമകന. പിന്നീടോ ദുര്യോധനാവർത്തിനിയും, ദുര്യോധനൻ നമ്മുടെ വേൾപൂൾ അല്ലെങ്കിൽ ചുഴി, അതുപോലെ അതിലോട്ട് പെട്ടാൽ ചുഴിയിലങ്ങ് പിടിക്കപ്പെടും, പിന്നെ ഊരി വരാൻ ഒക്കുകയല്ല, അത്ര ഭയാനകമാണ്. ഇങ്ങനെ എല്ലാവരിൽ നിന്നോട് നിൽക്കുമ്പോൾ സോതീർണ ഖലു പാണ്ഡവായിരണനദി കൈവർത്തക കേശവ. അപ്പോ ഒരു കടത്തുകാരനെ പോലെ, അതാണ് സോതീർണ ഖലു പാണ്ഡവൈരണ നദി കൈവർത്തക കേശവ. ഈ രണനദിയിൽ നിന്നും അതിമനോഹരമായിട്ട് ആരാ? കടത്തുകാരനെ പോലെ കേശവൻ, കൃഷ്ണൻ ഇവരെല്ലാം അക്കരെ കടത്തി എന്നാണ്. ആ ഒരു ശ്ലോകമാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ കൃപയാ പാരേ പാഹി മുരാരേ. അപ്പോ
അപാരെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അപാരം, വളരെ അപാരമാണ്. കര കാണാത്തോടത്ത് പാരേ, കരയിലേക്ക്. അപ്പോൾ വളരെ ദുസ്താരമായിരിക്കുന്ന, വളരെ ദുർഘടമായിരിക്കുന്ന, കടക്കുവാൻ വിഷമമുള്ളതായിരിക്കുന്ന കരയിലേക്ക് അരേ മുരാന്തക, ഭഗവാനെ ഞങ്ങളെ കൈപിടിച്ച് ഈ സംസാര ദുഃഖത്തിൽ നിന്ന് മാറ്റണമേ എന്നാണ്. അപ്പോൾ ഇവിടെ വേറെന്താണ്? ആത്മാനാത്മവിവേചനത്തെ കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. അതായത് ഞാൻ പണ്ടും പറഞ്ഞു, എന്താണ്, എന്തും ജനിക്കുന്നതെല്ലാം മരിക്കും അല്ലേ? ജനിക്കുന്നതിനെല്ലാം ഭൂമിയിൽ നശിച്ചേ പറ്റൂ. അതെന്താണ്? ആത്മാവ്, നമ്മൾ ആത്മവിചാരം നടത്തിയില്ലെങ്കിൽ അത് ഈ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. ഉത്പന്നമായതു നശിക്കും, അണുക്കൾ നിൽക്കും, ഉത്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും, ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്നു ഇവിടെ ആഗമങ്ങൾ എന്നാണ്. അപ്പം എങ്ങനെയാണ്? ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ പോലെ ഇരിക്കും. അപ്പൊ ഈ ജന്മങ്ങള് ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതയെന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ജന്മാന്തരകൃതങ്ങളായിരിക്കുന്ന പാപങ്ങള് ഈ ജന്മങ്ങളില് വ്യാധിയായിട്ട് പോകും. അപ്പൊ എന്താണ്? ഉത്പന്നമായത് നശിച്ചേ പറ്റുള്ളൂ. ഉത്പന്നമായത് നശിച്ചു അണുക്കൾ നിൽക്കും, ഉത്പന്നമാമുടൽ വെടിഞ്ഞു ദേഹി വീണ്ടും, ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ. ആ ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മം, വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കുന്നു. അതാണ് പുനരപി ജനനം പുനരപി മരണം. അപ്പൊ എന്താണ്? ഖേദിക്ക കൊണ്ടു ഫലമില്ല നമുക്കതല്ല. ഖേദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഖേദിക്കലല്ല വേണ്ടത്. പിന്നെന്താണ്? മോദത്തിനും ഭുവി വിപത്തിനു വരം ചിലപ്പോൾ, ചൈതന്യവും ജഡവുമായി കലരാം ജഗത്തിൽ, ഏതെങ്കിലും വടിവിൽ ഈശ്വര വൈഭവത്താൽ. ഈശ്വര വൈഭവം കൊണ്ട് മാത്രമേ നമുക്ക് മോക്ഷം സിദ്ധിക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ സാക്ഷാൽ അതെന്താണ്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ആ ഗോവിന്ദനെ ഭജിച്ചുകൊണ്ടിരുന്നാൽ ഈശ്വര വൈഭവം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് സായുജ്യം കിട്ടണം. നമ്മൾ പലതരത്തിലുള്ള സായുജ്യം, സാലോക്യം, സാരൂപ്യം, ഇതൊക്കെ നാം വളരെ ഗംഭീരമായിട്ട് പഠിച്ചു ഇല്ലേ? കാരണം എന്താണ്? സായുജ്യം കിട്ടിയാൽ മാത്രമേ എന്താണ്ടോ പിന്നെ ജനനമില്ല അല്ലേ? സാക്ഷാൽ ആത്മാവിന്, പരമമായ ആത്മാവിന് മാത്രം. നമ്മളെല്ലാം അംശാവതാരങ്ങളാണ്, ആവേശാവതാരമാണ്, പുണ്യാവതാരമാണ്, പൂർണ്ണപുണ്യാവതാരമാണ്. എന്ന് ആ പൂർണ്ണ പുണ്യാവതാരത്തിൽ എത്താൻ സാക്ഷാൽ സായുജ്യം എത്തണമെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ജന്മം എന്തു വേണം? ഇപ്പൊ എങ്ങനെ കിട്ടിയിരിക്കുന്നു എന്നുള്ള ജന്മമാണ്. ആ ജന്മം വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറഞ്ഞു. എന്താണ്? ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത, തസ്മാത് വൈദിക ധർമ്മമാർഗപരതാത് വിദ്വത്വമസ്മാത് പരം, ആത്മാനാത്മവിവേചനം സ്വാനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി, മുക്തിർനോ ശതകോടി ജന്മസുഹൃതൈ പുണ്യേർവിനാ ലഭ്യത എന്നാണ്. അതായത് ജന്തു, ഇവിടെ പുംസ എന്ന് വിളിക്കുന്ന ആണെന്നല്ല അർത്ഥം, മനുഷ്യജന്മത്തെയാണ്. ജന്തൂനാം നരജന്മ ദുർലഭമത, ജന്തുക്കൾക്ക് നരജന്മം കിട്ടുക എന്ന് പറയുന്നത് അതീവ ദുർലഭമാണ്. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്? സാക്ഷാൽ ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട് മുക്തി നേടുവാൻ വേണ്ടിയാണ്. തതോ വിപ്രത, വിപ്രത അറിവ്. ബ്രാഹ്മണൻ എന്ന് വിപ്രൻ എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണസ്യ മുഖമാസീൻ എന്ന് പറയുന്നു. മുഖം എന്ന് പറയുന്ന അറിവിന്റെ ലക്ഷണമാണ്. അപ്പൊ അറിവിനെയാണ് വിപ്രൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ പൂണൂലിട്ട് നടക്കുന്നു എന്നുള്ളതല്ല. വിപ്രത്വം, ബ്രാഹ്മണ്യം, അറിവ് കിട്ടിയ ആള്. അപ്പൊ എന്താണ്? ജന്തൂനാം അപ്പൊ അറിവ് എന്താണ്? പരമമായ ബ്രഹ്മത്തെ അറിയുന്നവൻ. അതെങ്ങനെയാണ്? ആത്മാനാത്മവിവേചനം. അപ്പോഴാണ് വിപ്രനാവുന്നത്. എന്താണ്? ഞാൻ പരമാത്മാവിന്റെ അംശമായ ജീവാത്മാവാണെന്നും ജീവാത്മാവിൽ ഊന്നിക്കൊണ്ട് പരമാത്മാവിനെ എത്തുകയാണ് എൻ്റെ ലക്ഷ്യമെന്നും അറിയുന്ന ആ പരമമായ അദ്വൈതത്തെ അറിയുന്നവനാണ് വിപ്രൻ. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്? ജന്തൂനാം നരജന്മ ദുർലഭമത പുംസ്ത്വം തതോ വിപ്രത, തസ്മാത് വൈദിക ധർമ്മമാർഗപരതാത് വിദ്വത്തമസ്മാത് പരം. വൈദികമായ ധർമ്മങ്ങൾ എന്തുകൊണ്ടാണ്? മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സഹയജ്ഞ പ്രജാ സൃഷ്ടുവ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രജകളെ സൃഷ്ടിച്ചപ്പോൾ യജ്ഞങ്ങളും സൃഷ്ടിച്ചു.
അതുകൊണ്ടല്ലേ പറഞ്ഞ കർമ്മണ്യേ വാ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞു. കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, ഈശ്വരനെ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഇതൊക്കെ എന്തിനാ പറയുന്നത്? ആത്മാനാത്മ വിവേചനത്തെക്കുറിച്ച് പറയുവാനാണ്. അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട്, അതാണ് തസ്മാത് വൈദിക ധർമ്മമാർഗപരതാത്, ഭഗവാനെ അറിയുകയാണ് എങ്ങനെ കർമ്മം ചെയ്യാനും. കർമ്മയോഗിയായിട്ടിരിക്കണം. സാക്ഷാൽ നരേന്ദ്രമോദി കർമ്മയോഗിയായിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ എക്സാമ്പിൾ നമുക്ക് പറയാം. അങ്ങനെ വിദ്വത്തമസ്മാത് പരം, പിന്നീടോ ആത്മാനാത്മവിവേചനം. നമ്മൾ അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, തത്വമസി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെയാണ് ബ്രഹ്മം, അത് എങ്ങനെയാണ് എന്നുള്ള ആത്മാനാത്മവിവേചനം. ഞാൻ തന്നെ ഈശ്വരൻ്റെ ഭാഗമാണ്. ഇപ്പം പൂന്താനം പറഞ്ഞ പോലെ ബ്രഹ്മാവിനൊക്കെ എന്ത് ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവിനൊപ്പം എന്ന് പറയാനല്ല, പക്ഷേ ആ ഈശ്വരൻ അറിയാൻ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, ഈശ്വരൻ്റെ അംശം നാം തന്നെയാണെന്ന് അറിയുകയാണ് വേണ്ടത്, അഹങ്കരിക്കുകയല്ല എന്ന ഉള്ള പദമാണ്. അങ്ങനെ ആത്മാനാത്മവിവേചനം എങ്ങനെ? സ്വനുഭവോ, സ്വന്തം അനുഭവങ്ങളിൽ കൂടിയും ആ എക്സ്പീരിയൻസ് കൂടെ ഭഗവാൻ ഈശ്വരനെ അറിയുകയാണ്. ബ്രഹ്മാത്മനാ സംസ്ഥിത, അങ്ങനെ ആ സാക്ഷാൽ ബ്രഹ്മത്തെ അറിഞ്ഞ് അതിലോട്ട് ഉറപ്പിക്കണം. അപ്പോഴെന്താണ്? മുക്തിർന്നോ ശതകോടി ജന്മസുഹൃതൈ പുണ്യേറിവിനാ ലഭ്യത. അങ്ങനെയുള്ളെങ്കിൽ മാത്രമേ, പക്ഷെ എല്ലാവർക്കും കിട്ടില്ല. ശതകോടി ജന്മങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്നതെന്നാണ് വളരെ ദുർഘടമാണ്. ലബ്ധ്വാ കഥഞ്ചിൻ ജരജന്മ ദുർലഭം എന്നാണ്. ഈ നരജന്മം തന്നെ വളരെ ദുർലഭമാണ്. കാരണം ഈ പുനരപി ജനനം പുനരപി മരണം പുനരപി എന്ന് പറയുമ്പോൾ മനുഷ്യയോനിയിൽ ഈ ജന്മം ജനിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ജന്മം ഉണ്ടാകുന്നത് മനുഷ്യയോനിയിലാവണം എന്ന് നിർബന്ധമില്ല. അതാ പറഞ്ഞത് ലബ്ധ്വാ കഥഞ്ചിൻ നരജന്മ ദുർലഭം തത്രാപി പുംസ്ത്വം ശ്രുതി പാരദർശനം എന്നാണ്. അതുതന്നെയാണ് അറിവ്, പരമമായ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ലഭ്യമാക്കുന്നതും വളരെ ദുർഘടമാണ്, വളരെ കുറച്ച് പേർക്ക് മാത്രമേ പറ്റുന്നുള്ളൂ എന്നാണ്. നമ്മൾ ആദിശങ്കര ഫൗണ്ടേഷൻ്റെ നമ്മളുടെ മെയിൻ റൈറ്റപ്പിൽ നമ്മളുടെ ലോഗോയിൽ തന്നെയുണ്ട്. എന്താണ്? ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ. മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ്. അപ്പം ഈ പറയുന്ന പുനരപി ജനനം പുനരപി മരണം എന്ന് പറയുമ്പോൾ വീണ്ടും അടുത്ത ജന്മം ഞാനിപ്പോൾ ജനിച്ചിരിക്കുന്ന അതേ സുഖത്തിൽ, അതേ രീതിയിൽ, അതേപോലത്തെ ശരീരത്തിൽ വീണ്ടും ഒരു മനുഷ്യനായി ജനിച്ചു കൊള്ളണം എന്നില്ല. അല്ലെങ്കിൽ ഇതേപോലെ നല്ലൊരു അമ്മ അല്ലെങ്കിൽ നല്ലൊരു കുടുംബം എന്ന് വരണം എന്നില്ല. അതാണ് നല്ല കുടുംബത്തിൽ പിറക്കുകയും വളരെ മഹാഭാഗ്യമായിട്ടാണ്. കാരണം അപ്പോഴേ നല്ല പരമാത്മാവിനെ അറിയുവാൻ പറ്റുന്നുള്ളൂ. അതാണ് തസ്മാത് വൈദിക ധർമ്മമാർഗപരത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ട് വിവാഹകാലത്തൊക്കെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബം എന്താണ്, ഏത് കുടുംബത്തിൽ നിന്നാണ് എന്ന് ചിന്തിക്കാറുള്ളത്. കാരണം അങ്ങനെ വരുമ്പോൾ മാത്രമേ, അതിനാണ് സുകൃതം എന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറ്, അല്ലേ? അപ്പോൾ എന്താണ്? ഇതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ ഈ പറയുന്ന ആത്മാനാത്മ വിവേചനം. അപ്പം ചോദിക്കും, പിന്നെ അപ്പം എൻ്റെ കുറ്റമല്ല, ഭഗവാന്റെ കുറ്റമല്ല. അല്ല, ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ. കഴിഞ്ഞ ജന്മങ്ങളും നിനക്ക് ഒരുപക്ഷെ ഒരു ബ്രാഹ്മണനായിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തമനായ പുരുഷനായിട്ട്, ഉത്തമനായ മനുഷ്യനായിട്ട് നിനക്ക് കിട്ടി. പക്ഷെ അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മദൂഷ്യങ്ങൾ ഉണ്ടായിരിക്കാം, വൈകൃതങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഒരു പക്ഷേ നീ മനുഷ്യനായിരിക്കില്ല. അല്ലെങ്കിൽ മനുഷ്യനായി ജനിച്ചാൽ മറ്റു വൈകല്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ ഒരു നല്ല കുടുംബത്തിൽ നിന്നും ശൂദ്ര കുടുംബത്തിൽ പെട്ടു എന്ന് വരാം. വർണ്ണങ്ങളാണ് ഇത് പറയുന്നത്. അവിടെയില്ല. അപ്പം പറഞ്ഞു വരുന്നത് എന്താണ്? പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം. ഇത് വളരെയധികം ദുർഘടമായിരിക്കുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ്, വലയമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണ്? ഒരാള് കരയിൽ നിൽക്കുന്ന ഒരാള് അതാരായിരിക്കണം? അപ്പം കരയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വേണം? മരണമില്ലാത്തവനാവണ്ടേ. അയാൾ മാത്രമേ ഈ സംസാര ലോകത്തിൽ അപ്പുറത്ത് നിന്ന് ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നയാൾക്ക് മാത്രമേ പിടിച്ചു കയറ്റാൻ പറ്റൂ. ഇപ്പോഴത്തെ കാലത്ത് കണ്ടുകൊണ്ട് നിൽക്കുന്നയാൾ വീഡിയോ എടുക്കും. ഇപ്പൊ കണ്ടുകൊണ്ട് നിൽക്കുന്നയാൾ പിടിച്ചു കയറ്റണമെങ്കിൽ ഭഗവാൻ പിന്നെ അത് എടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഫ്രെയിമിലെല്ലാം ചിത്രഗുപ്തൻ കണക്കിൽ കൊള്ളിക്കാം എന്നൊരു ശ്ലോകമുണ്ട്. അപ്പൊ ചിത്രഗുപ്തന്റെ കണക്കിൽ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. എന്നിരുന്നാലും അപ്പൊ ഭഗവാൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ
ഒരു കയറെടുത്ത് കൊടുത്ത് ഈ പറഞ്ഞ ഭീഷ്മദ്രോണ തടാ ജയദ്രഥകല ഗാന്ധാര നീലോൽപര പാണ്ഡവന്മാരെ സോത്തിന്നഖലൊക്കെ രണനിധി കൈവർത്തക കേശവ കൈപിടിച്ച് വള്ളത്തിലൂടെ കൊണ്ട് അക്കരെ കടത്തിയതുപോലെ കൊണ്ടുപോകാൻ ആർക്കാണ് പറ്റുക? പരമാത്മാവിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അയാൾ ആരാണ്? ന ജായതേ മ്രിയദേവ കദാപി ന്യായം ഭൂത്വാ ഭവിതാവാന ഭൂയ അജോ നിത്യം ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇല്ലേ? ന ജായതേ മ്രിയദേവ, ജനനങ്ങളില്ല. മ്രിയദേവ ന മ്രിയദേവ, മരണങ്ങളില്ല. പിന്നീടോ അത് കദാചി, ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരിക്കലും ജനനമരണങ്ങൾ എന്ന പ്രോസസ്സ് ഉണ്ടായിട്ടേ ഇല്ല. ഭഗവാന്റെ ലീലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാമനായിട്ടും ഭൃഗുരാമനായിട്ടും ശ്രീരാമചന്ദ്രസ്വാമിയായിട്ടും കൃഷ്ണനായിട്ടും ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും ജനന മരണങ്ങളായിട്ടില്ല. അതെല്ലാം ഭഗവാന്റെ ലീലകളായിട്ടാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്, നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അജോ നിത്യം ശാശ്വതോയം പുരാണം. അപ്പോ വേറൊന്നുകൂടെ പറഞ്ഞു, ന്യായം ഭൂത്വാ ഭവിതാവന ഭൂയ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവുന്നുമില്ല. അപ്പൊ കരയിൽ നിന്നുകൊണ്ട് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഞാനെല്ലാം കാണുകയാണ്. ഈ ചാതുർവർണ്ണ്യം അയാസൃഷ്ടം എന്ന് പറയുമ്പോഴും ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിച്ചു, ഗുണകർമ്മ വിഭാഗശ, പല ഗുണങ്ങളെ കൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാലും അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ കരയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ കർമ്മങ്ങളിൽ ഒന്നും തന്നെ ഭഗവാന് യാതൊരു പങ്കുമില്ല. പക്ഷെ കർമ്മങ്ങൾക്ക് മുഴുവൻ ബ്രഹ്മനായിട്ട് സാക്ഷിയായിട്ട് അവിടെ ഇരിക്കുന്നു. ബ്രഹ്മന് എന്ന് പറയാൻ കാരണം എന്താണ്? കർമ്മം ശരിയോ തെറ്റോ എന്ന് ഭഗവാന് പറയാം. അതാ തോന്നൽ മനസ്സിൽ തോന്നിക്കുന്നുണ്ട്. ആര് ശരി ചെയ്താലും ആര് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്യുന്നവന് തെറ്റാണ് താൻ ചെയ്യുന്നത് പൂർണ്ണമായും ബോധ്യമുണ്ടായിരിക്കും. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും ആ മനസ്സിൻ്റെ ഒരു ചെറിയ ഒരു ഇതേ കാണുകയുള്ളൂ. അല്ലെങ്കിൽ അത് പക്ഷേ ആ ശബ്ദം കേൾക്കാൻ നമ്മൾ, ഭഗവാൻ പറയുന്നത് കേൾക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ പറയാറില്ല നമ്മുടെ മനസ്സ് എന്താണ് പറയുന്നത് അത് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അപ്പോൾ മനസ്സ് പറയുന്നതിലുപരി നമ്മളുടെ സ്വാദ് എന്താണ് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ന ജായതേ മ്രിയദേവ കദാപിന്യായം ഭൂത്വാ ഭവിതാവാന ഭൂയ അജോ നിത്യം ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അപ്പൊ അജനായിട്ടും നിത്യനായിട്ടും ശാശ്വതനായിട്ടും വളരെ പുരാണമുള്ള പ്രാചീനനായിട്ടും ഉള്ള ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ശരീരം നശിക്കുമ്പോൾ നാശം എന്നുള്ളതില്ല. അങ്ങനെയുള്ളത് ആർക്കാണ്? മനുഷ്യജന്മം വന്നിട്ട് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പൊ അത് മാത്രമല്ല, ആത്മാവിന്റെ രൂപം പറയുന്നത് എങ്ങനെയാണ്? വാസാംസി ജീർണാനി നരോപരാണി. പിന്നീടോ നവാനി ഗൃഹാതി വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ ന്യാനി സംയാതി നവാനി ദേഹി. അപ്പോ ജീവാത്മാവ് എപ്പോഴാണ് പഴയ ഉടുപ്പുകൾ മാറ്റുന്ന രീതിയിൽ, എൻ്റെ ഈ ഉടുപ്പ് പഴയതായി, അതിനെ ഞാൻ ഊരിക്കളഞ്ഞ് പുതിയതിടുക എന്നുള്ളതാണ്. അപ്പൊ ആത്മാവിന് തോന്നുകയാണ് എൻ്റെ ഈ ശരീരം പഴയതായി, എനിക്കിത് വിട്ടുപോകണം എന്ന് ഉറച്ച ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ശരീരം വിടുകയാണ്. ഇപ്പോൾ എനിക്ക് തന്നെ നമ്മളുടെ അനുഭവത്തിൽ അറിയാം. അവസാനമായിട്ട് അച്ഛൻ വന്ന് കയറിയപ്പോൾ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ഉള്ള കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി എനിക്കൊന്നുമില്ല. കേട്ടോണ്ടിരുന്ന അമ്മയാ. ഇനി എനിക്കൊന്നും ചെയ്യുവാനില്ല, ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞു. സുധയും അമ്മയും കേട്ടോണ്ടിരുന്നതാണ്. ഇനി എനിക്കൊന്നും മറ്റൊന്നും ചെയ്യാനും ഇല്ല എന്ന് അന്ന് രാത്രി അച്ഛൻ പോയി. അത് മന്ത്രം ജപിച്ചോളാൻ പറഞ്ഞു. ചൊല്ലി ആ മന്ത്രം ജപിച്ചോടൊപ്പം തീർന്നു. ധന്വന്തരി മന്ത്രം ജപിക്കാനാണ് ആവശ്യപ്പെട്ടത്, ജപിച്ചു, തീർന്നു, പോയി. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? ശരീരം ആത്മാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും എന്താണ് ഇവിടെ സംബന്ധം? ഈ ശ്ലോകം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം. അപ്പൊ ഈ ആത്മാവ് വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഒരു കാലത്തിന് ശേഷമേ നമുക്ക് ഓർമ്മ വരുന്നുള്ളൂ. കൃഷ്ണൻ അർജുനോട് പറയുന്നത് പോലെ, എല്ലാ ജന്മങ്ങളിലും എനിക്കെല്ലാം ഓർമ്മയുണ്ട്, നിനക്ക് ആദ്യം മുതലുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്, നിനക്ക് മാത്രമേ ഓർമ്മയില്ലാത്തതുള്ളൂ എന്ന് ഭഗവാൻ 1-ാം അധ്യായത്തിൽ ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ അർജുനോട്. അപ്പോ പഴകിയ ഉടുപ്പുകള് ഊരി മാറ്റുന്നത് പോലെ, അതെന്തോ
നവാനി ഗൃഹാതി നരോപരാണി, പുതിയ വസ്ത്രങ്ങൾ എടുത്ത് അണിയുന്നത് പോലെ തഥാ ശരീരാണി വിഹായ ജീർണിച്ചിരിക്കുന്ന ശരീരത്തെ വിഹായം ഉപേക്ഷിച്ച് കളയാണ്, ആകാശത്തിലേക്ക് ഊരിക്കളയുന്നത് പോലെ ഉപേക്ഷിച്ചിട്ട് പുതുദേഹങ്ങൾ ഈ ആത്മാവ് സ്വീകരിക്കുകയാണ് എന്നാണ്. അപ്പൊ ആത്മാവിന് മരണമില്ല. നമ്മൾ നേരത്തെ പഠിച്ചു, നൈനം ചിന്തന്തിതോയം നൈനം ദഹതി പാവക, അല്ലേ? അപ്പോൾ ഒന്നേ തന്നെ ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. ആത്മാവിനെ നശിപ്പിക്കാൻ ഒക്കുകയില്ല, ഒന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ. മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ഭഗവാനിലോട്ട് അർപ്പിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളെ എപ്പോഴും സ്മരിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ എന്താണ്, നശിപ്പിക്കാൻ ഒക്കുകയില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകാം ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത എന്നാണ്. ശസ്ത്രങ്ങളെ കൊണ്ട് ഈ ആത്മാവിനെ കൊല്ലാൻ ഒക്കുകയില്ല, ശരീരത്തെ കൊല്ലാൻ പറ്റുള്ളൂ, അല്ലേ? ശരീരത്തെ നശിപ്പിക്കാം, ആത്മാവിനെ നശിപ്പിക്കാൻ ഒക്കുകയില്ല. അതേപോലെ നൈനം ദഹതി പാവക, അഗ്നിയെ കൊണ്ടും കത്തിച്ചു കളയാനും ഒക്കുകയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ സംസ്കാരം, ഷോഡശ കർമ്മങ്ങളുടെ സംസ്കാരം പ്രാധാന്യമാണ്. എന്ന് കഴിഞ്ഞാലും ഒരു പ്രാണൻ, പഞ്ചപ്രാണന്മാർ കഴിഞ്ഞിട്ട് ഒരു പ്രാണൻ, ധനഞ്ജയൻ എന്ന പ്രാണൻ അവിടെ 12 ദിവസം കാത്തിരിക്കുന്നു, നമ്മളതിന് ബലിയിടുന്നു. ഇതൊക്കെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് എൻ്റെ രീതികൾ. പഞ്ചപ്രാണന്മാരെ അതേപോലെ തന്നെ ഉപപ്രാണന്മാരും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, കൃകലൻ, നാഗൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോ പിന്നീടോ ന ചൈനം ക്ലേദയന്തി ആവോ, ന ചൈനം ആപോ വെള്ളം, ജലം കൊണ്ടും പറ്റുന്നല്ല. പിന്നീടോ ന ശോഷയതി മാരുത, കാറ്റിനെ കൊണ്ടും ഈ ആത്മാവിനെ നശിപ്പിക്കാൻ ഒക്കുകയില്ല എന്നാണ്. അപ്പൊ ആത്മാവിനെ ഇവിടെ നിന്ന് നശിപ്പിക്കുക അല്ലെങ്കിൽ മാറ്റുക എന്നുണ്ടെങ്കിൽ എന്തു വേണം? ഒറ്റ വഴിയേ ഉള്ളൂ, ആത്മാനാത്മ വിവേചനത്തിലൂടെ ഭഗവാനിലോട്ട് ഉറപ്പിക്കണം. അതിനെന്ത് വേണം? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അങ്ങനെ ചെയ്യാത്ത പക്ഷം എന്താണ്? ഇഹ സംസാ എന്ത് പറ്റും? പുനരപി ജനനി ജഠരേ ശയനം, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ആ 9 മാസത്തെ ബുദ്ധിമുട്ടുകളും എല്ലാം കഴിഞ്ഞ് വീണ്ടും ഭൂമിയിലോട്ട് ജനിച്ച് ഭൂമിയിലുള്ള സകല ക്ലേശങ്ങളും അനുഷ്ഠിച്ച് വീണ്ടും മരിക്കുന്നു. പിന്നീട് അങ്ങനെ വരുമ്പോൾ താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമനുസരിച്ചിട്ടാണ് വീണ്ടും വരുന്ന ജന്മങ്ങൾ. കോപ്പി പേസ്റ്റ് ആണ്, വാസനകൾ അനുസരിച്ചാണ് അടുത്ത ജന്മം. അപ്പം ഈ ജന്മങ്ങളിൽ മോക്ഷം കിട്ടിയില്ലെങ്കിലും മോക്ഷത്തിന് ഉതകാവുന്ന നല്ല കർമ്മങ്ങൾ ചെയ്ത് ഒരു പക്ഷേ അടുത്ത ജന്മത്തിൽ വീണ്ടും ഇതേപോലെ ഒരു നരജന്മം കിട്ടിക്കൊണ്ട് മോക്ഷത്തിനെ എത്തുവാൻ സാധിച്ചു എന്ന് വരാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഈ വെള്ളത്തിൽ നിൽക്കുന്നയാൾക്ക് രക്ഷിക്കാൻ വലിയ പാടാണ്, അവ കരയ്ക്ക് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇഹ സംസാരേ ഖലുദുസ്താരേ കൃപയാ പാരേ പാഹിമുരാരേ. പാരേ എന്ന് പറഞ്ഞാൽ തീരം, അപാരേ തീരമില്ലാത്ത എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ചാക്രികമായ ജനനമരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ആത്മാനാത്മ വിവേചനം നടത്തണം. അതിനെന്താ വേണ്ടത്? സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കുക മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് എല്ലായ്പ്പോഴും സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു തന്നത്. രണ്ടാമത്തെ ശ്ലോകം കൂടെ, അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. പുനരപി രജനി പുനരപി ദിവസ പുനരപി പക്ഷ പുനരപി മാസ പുനരപ്യയനം പുനരപി വർഷം തദഭിനമുഞ്ചത്യാശാവർഷം. എന്താണ് മറ്റേ കണ്ടിന്യൂവേഷൻ നോക്കൂ. പുനരപി രജനി പുനരപി ദിവസ പുനരപി പക്ഷ പുനരപി മാസ പുനരപ്യയനം പുനരപി വർഷം തദഭിനമുഞ്ചത്യാശാവർഷം. ഒന്ന് ആലോചിക്കൂ. നമ്മൾ പറഞ്ഞു ജന്തുനാം നരജന്മദുർലഭം. എന്താണ് ജന്തുക്കൾ? കഴിഞ്ഞ ജന്മത്തിൽ നല്ലത് ചെയ്താൽ ഈ ജന്മത്തിൽ വീണ്ടും വന്ന് മുക്തി നേടാൻ പറ്റി എന്ന് വരാം. അതുകൊണ്ട് അല്ലെങ്കിൽ അപ്പം ഇല്ലെങ്കിൽ എന്ത് വേണം? മുക്തി കിട്ടിയാൽ മാത്രമേ പുനരപി ജനനം ഉണ്ടാകാതെ ഇരിക്കുള്ളൂ. ഇനി പുനരപി ജനിച്ചാൽ മരണം വരെ ആഗ്രഹം മാത്രമേ ഉള്ളൂ.
പക്ഷെ മരണം എപ്പോഴാണ് അത്യാസന്നമായിരിക്കുന്നത് എന്നറിയുന്നില്ല. അതുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുവാനും വിട്ടുപോകുന്നു. അതെന്തുകൊണ്ടാണ്? പുനരപി രജനി പുനരപി ദിവസ പുനഃ അപി, വീണ്ടും വീണ്ടും രജനി. രജനി എന്ന് പറഞ്ഞാൽ രാത്രി. രാത്രി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. പുനരപി ദിവസ, വീണ്ടും വീണ്ടും പകല്. പുനരപി പുനർ അപി, വീണ്ടും വീണ്ടും ദിവസ, ദിവസ പകല്. അപ്പോൾ രാത്രി വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു, പകല് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ രാത്രിയും ഒരു രാത്രി ഒരു പകല് ഇങ്ങനെ കിടക്കുമ്പോൾ എന്താ പറ്റുക? ദിവസം അങ്ങോട്ട് കഴിയുകയാണ് അല്ലേ? ഒരു രാത്രി ഒരു പകല്, ഒരു ദിവസം അങ്ങോട്ട് പോയി. അപ്പോഴോ പുനരപി പക്ഷ പുനരപി മാസ, പുനരപി പക്ഷ, വീണ്ടും പക്ഷങ്ങള്, വീണ്ടും വീണ്ടും പക്ഷങ്ങൾ വരുന്നു, വീണ്ടും വീണ്ടും മാസങ്ങൾ വരുന്നു. പുനരപി, വീണ്ടും വീണ്ടും. പക്ഷ, എന്താണ് പക്ഷം? ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം, അല്ലെങ്കിൽ വെളുത്ത പക്ഷം, അല്ലെങ്കിൽ കറുത്ത പക്ഷം. ശുക്ലപക്ഷം എന്നത് വെളുത്ത പക്ഷം, കൃഷ്ണപക്ഷം എന്നത് കറുത്ത പക്ഷം. ചന്ദ്രന്റെ കലകളാണെന്നൊക്കെ നാം പഠിച്ചു. എന്താണത്? 30 ദിവസമായി അല്ലേ? അപ്പം ഓരോ ദിവസം, അപ്പം 15 ദിവസം ശുക്ലപക്ഷം, 15 ദിവസം കൃഷ്ണപക്ഷം. അപ്പൊ എന്തായി? പുനരപി മാസ, 2 പക്ഷം അങ്ങോട്ട് മാറിയപ്പോൾ ഒരു മാസം അങ്ങോട്ട് മാറി. അപ്പോൾ പുനരപി ജനനി, ഒരു രാത്രിയും, പുനരപി ദിവസ, ഒരു രാത്രിയും ഒരു പകലും ഇങ്ങനെ കഴിയുമ്പോൾ ഒരു ദിവസം അങ്ങോട്ട് പോയി. പിന്നീടോ ഇങ്ങനെ ഒരു ദിവസവും ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് പക്ഷങ്ങൾ അങ്ങ് തീരുക. 15 ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷം. അപ്പോൾ ഓരോ ദിവസം തിഥിയാണ്. ആ തിഥി തീരുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. അങ്ങനെ 15 തിഥി അങ്ങോട്ട് കഴിയുമ്പോൾ ശുക്ലപക്ഷം കഴിഞ്ഞു, 15 തിഥി കഴിയുമ്പോൾ കൃഷ്ണപക്ഷവും കഴിഞ്ഞു. ഇങ്ങനെ 2 പക്ഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തായി? പുനരപി മാസ, ഒരു മാസം ജനിക്കുകയായി. ആ മാസം അങ്ങോട്ട് പിന്നെന്താണ്? 12 മാസം. ആ മാസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴോ പുനരപ്യയനം, 6 മാസം അങ്ങോട്ട് കഴിയുമ്പോൾ ഒരയനം അങ്ങോട്ട് കഴിഞ്ഞു. ഉത്തരായനം, ദക്ഷിണായനം. മകരം മുതൽ മിഥുനം വരെ ഉത്തരായനം. മകരം, മീനം, മേടം, ഇടവം, മിഥുനം, ഉത്തരായനമായി. ഉത്സവകാലം മുഴുവൻ ഉത്തരായനത്തിലല്ലേ? അപ്പം മകരം മുതൽ മിഥുനം വരെയുള്ള ഉത്തരായനവും, കർക്കിടകം മുതൽ ധനു വരെ ദക്ഷിണായനം. അങ്ങനെ എന്താണ്? പുനരപ്യയനം, അയനങ്ങൾ കഴിഞ്ഞു. അപ്പം എന്തായി? 6 മാസം ഉത്തരായനം കഴിഞ്ഞു, 6 മാസം ദക്ഷിണായനമായി. അങ്ങനെ വന്നപ്പോൾ എന്തായി? പുനരപി വർഷം, ഒരു വർഷം അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ പുതിയൊരു വർഷം അങ്ങോട്ട് ജനിച്ചു. അതാണ് വീണ്ടും വർഷം വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കഴിയുന്നു, ഓരോ ദിവസം ഓരോ രാത്രികൾ ഇങ്ങനെ കഴിയുന്നു, ഓരോ രാത്രികൾ കഴിയുമ്പോൾ ഒരു പകല് വരുന്നു, അതങ്ങോട്ട് കഴിയുന്നു. അങ്ങനെ ഒരു രാത്രിയും പകലും കഴിയുമ്പോൾ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ഒരു പക്ഷം എത്തുന്നു, ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം, 15 ദിവസം. അങ്ങനെ പക്ഷം, 2 പക്ഷം ചേരുമ്പോഴത്തേക്ക് എന്തായി? ഒരു മാസം, പുനരഭിമാസ, ഒരു മാസം ജനിക്കുന്നു. അങ്ങനെ ഒരു മാസം ജനിച്ചാൽ വീണ്ടും ഒരു മാസം ജനിച്ചു. അങ്ങനെ 6 മാസം ജനിക്കുമ്പോഴത്തേക്കും ഒരയനമായി. പുനരപ്യയന, ആ അയനം, ദക്ഷിണായനം, ഉത്തരായനം അല്ലെങ്കിൽ ദക്ഷിണായനം, ഇങ്ങനെ 2 അയനങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും പുനരപി വർഷം. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ജീവാത്മാവ് ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓരോരോ ദിവസം, ഓരോ സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഈ ഭൂമിയിൽ നിന്നും ഈ ആത്മാവിന് തിരിച്ച് യാത്ര ചെയ്യാനുള്ള സമയത്തേക്ക് വേണ്ടിയാണ്. മരണം, അത് തന്നെയാണ് മനുഷ്യന്റെ ഭയവും. അപ്പോ അതിനിടയ്ക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകണം. അത് ഉണ്ടാകുന്നില്ല. എന്താണ് കൂടുതലും ഉണ്ടാകുന്നത്? തദഭിനമുഞ്ചത്യാശാമർഷം, ആശാമർഷം. മുഞ്ചതി എന്താണ്? ഈ ഭൂമിയില് മനുഷ്യര് മുഞ്ചതി, കൈപിടിക്കുക. മുഞ്ചതി, കൈവിടുന്നില്ല. മുഞ്ചതി, വിടുക, ഉപേക്ഷിക്കുക, ത്യജിക്കുക. മുഞ്ചതി, ത്യജിക്കുന്നില്ല. എന്തിനെ? ആശാ അമർഷം, ആശയെയും അമർഷമേയും. അപ്പൊ നമ്മള് കലുഷനാണ് ജീവിതത്തിൽ. മറ്റുള്ളവർക്ക് നല്ലത് കിട്ടുന്നതിനെ കുറിച്ച് നമുക്ക് താല്പര്യമില്ല, സഹജീവികളോട് സ്നേഹമില്ല, നമുക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, ആശ എല്ലാം വാരിക്കപ്പെടെ. നമ്മളതിനെക്കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? അത്യധികമായ സമ്പത്ത് അതുണ്ടാക്കുവാൻ വേണ്ടി മാത്രമേ
നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. സമ്പത്തുണ്ടാകുന്നത് നല്ലതാണ്, പുരുഷാർത്ഥങ്ങൾ നേടേണ്ടതാണ്, എങ്ങനെയൊക്കെയാണ് നേടേണ്ടത് എല്ലാം നമ്മൾ ഭഗവാൻ തന്നെ ഇതിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയെല്ലാം തദപിനമുഞ്ചത്യാശാമർഷം, അമർഷം കൊണ്ടും ആശ കൊണ്ടും നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്. പക്ഷേ എന്തറിയുന്നില്ല, പുനരപി പുനരപി രജനി പുനരപി ദിവസ പുനരപി പക്ഷ പുനരപി മാസ പുനരപ്യയനം പുനരപി വർഷം തദപിനമുഞ്ചത്യാശാമർഷം. ആശ കൊണ്ട് തീരില്ല. 10 കിട്ടുകിൽ 100 മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്ന് പറഞ്ഞിട്ടില്ലേ പൂന്താനം? എന്ന രീതിയിലാണ് നമ്മളുടെ എല്ലാം ജീവിതം. അപ്പൊ ആശ ഒരിക്കലും നമുക്ക് തീരുന്നില്ല, ആശയിൽ നിന്ന് രക്ഷപ്പെടുന്നു പറ്റുന്നില്ല. ആയുഷഖണ്ഡമാതായ രവിര അസ്തമയം ഗയ എന്ന് ഞാൻ പലതവണ പറഞ്ഞു. ആയുഷഖണ്ഡമാതായ രവിര അസ്തമയം ഗയ, ഓരോ സൂര്യാസ്തമയം കഴിയുമ്പോഴും ഈ ഭൂമിയിൽ നിന്ന് ഈ ഈ ദേഹത്തെ ഉപേക്ഷിച്ച് പോകുവാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ എന്താണ് വേണ്ടത്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അല്ലയോ മൂഢനായ മനുഷ്യ, നിന്റെ മരണം അത്യാസന്നമാണ്. എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഈ ദേഹം ഉപേക്ഷിച്ച് പോകുവാം. ഇന്ന് എന്നില്ല. 100 ഇലകളുടെ കാര്യം നമ്മൾ പണ്ട് പറഞ്ഞു. ഒരു വൃക്ഷത്തിൽ 100 ഇലകൾ നിൽക്കുന്ന 1-2 തവണ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാം. അതുകൊണ്ട് ഭഗവാനോട് എന്നെ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറ്റണമേ. എങ്ങനെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റണം? എനിക്ക് സായുജ്യം കിട്ടണം. ആരാണ് ഈ ആത്മാവ്? അംശാവതാരമായിരിക്കുന്ന ഈ ആത്മാവിനെ സാക്ഷാൽ മോക്ഷത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ആ മോക്ഷത്തിലേക്ക് എത്താൻ നാം എന്താ ചെയ്യേണ്ടത്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോ ആചാര്യസ്വാമികള് കാലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എത്ര വേഗത്തിലാണ്! ഇതിനാണ് നമ്മൾ കാലൻ എന്നൊക്കെ പറയുന്നില്ലേ, ആ കാലമാണ്. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ഭൂമിയിൽ ഒരു മനുഷ്യന്റെ സമയം എപ്പോഴാണ് എന്ന് വർണ്ണിക്കാൻ ഒക്കുന്നില്ല. ആത്മാവിന് തോന്നുന്ന എപ്പോഴാണോ അപ്പോൾ ഇവിടെ വിടും. വാസാംസി ജീർണാനി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴാണോ ശരീരം നമ്മൾ അറിയ പോലുമില്ല. പക്ഷേ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ മരണഭയം ഉണ്ട് താനും. പക്ഷെ ഭഗവാനെ ഭജിക്കാനോട്ട് വിട്ടുപോകുന്നു. എന്താണ്? ആശാവർഷം. എപ്പോഴും ആശകളാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടണം, എനിക്കത് വേണം, ഇത് വേണം, ഇതൊക്കെ ചെയ്യണം. ആഗ്രഹങ്ങൾക്കൊട്ട് യാതൊരു അവസാനവുമില്ല. ക്രോധം, ലോഭം, മോഹം ഇവയെല്ലാം തന്നെ മനുഷ്യൻ അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? അമർഷം എന്ന് പറഞ്ഞു. അപ്പൊ കാമക്രോധ ലോമ മോഹാദികൾ ഷഡ്വൈരികളെ കുറിച്ച് നാം പഠിച്ചു. ആ ഷഡ്വൈരികൾ നമ്മളെ വിട്ടുപോകുന്നുമില്ല. അതുകൊണ്ട് സാക്ഷാൽ ഭഗവാനെ ഭജിക്കുകയുള്ളൂ. എന്ത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മകുശലനായിട്ട് ഭഗവാനിലോട്ട് അർപ്പിച്ചുകൊണ്ട്, ഭഗവാനെ ചിന്തിച്ചുകൊണ്ട്, ഭഗവാനെ ഗോവിന്ദാന്ന് എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ജന്മത്തിലെ ജന്മത്തിൻ്റെ ഫലം കിട്ടുന്നുള്ളൂ എന്നാണ്. ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയ. അങ്ങനെ നമുക്കും ഈ ജന്മത്തിൽ മഹാപുരുഷ സംശ്രയ, മഹാപുരുഷനായിരിക്കുന്ന ശങ്കരാചാര്യസ്വാമികളുടെ പാതാരവിന്ദങ്ങളെ സ്പർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളെ അടുത്തറിഞ്ഞുകൊണ്ട് സാക്ഷാൽ ഗോവിന്ദഭജനം നടത്തുവാൻ നമുക്കും ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മളും അത് നടത്തട്ടെ എന്ന് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ മുരാസുരൻ എന്ന് പറഞ്ഞ് ശരിക്കും നമ്മളിൽ തന്നെ ഉള്ളവനാണെന്നും പറയുന്നു. കാരണം പഞ്ചേന്ദ്രിയങ്ങൾ 5 തല, മുരാരിക്ക് 5 തല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ മുരാരേ ഹരേ എന്ന് പറയുമ്പോൾ ആ അസുരനെ നിഗ്രഹിച്ചതായിട്ട് കൂടാതെ നമ്മുടെ ഉള്ളിലെ ആ പഞ്ചേന്ദ്രിയങ്ങളുടെ വാസനകളെ നിഗ്രഹിച്ചവനാ ഭഗവാനെ എന്നുള്ള ചിന്തയുമുണ്ട് എന്ന് പറയുന്നുണ്ട് ആചാര്യന്മാർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ സാക്ഷാൽ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ പാതാരബിന്ദങ്ങളിൽ ത്രിപുരസുന്ദരിയെ സ്മരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ജയശങ്കര. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരാറുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ ഞാനത് ശ്രമിക്കാം. ജയശങ്കര. ആചാര്യജി, ആ 10ാമത്തെ ശ്ലോകം എന്റെ ബുക്കിൽ കിട്ടിയിട്ടില്ല. പുനരപി രജനി പുനരപി ദിവസം അല്ലേ? അതില്ല.
അതില്ല ബുക്കിൽ. ഞാനത് ആ ഗ്രൂപ്പിലോട്ട് ഇട്ടേക്കാം. ഓ, മറ്റെന്തെങ്കിലും ഉണ്ടോ? അതില്ലെങ്കിൽ ഈ ശ്ലോകം 9ഉം 10ഉം ഒന്ന് വായിക്കാവുന്നവർ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ശോഭ ചേച്ചി, ലീല ചേച്ചി, ഗംഗ ടീച്ചർ ആരെങ്കിലുമൊക്കെ വായിക്കുന്നെങ്കിൽ വായിക്കാം. സുരേഷ് ഏട്ടൻ, ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ 10 ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ 9 ഉണ്ണികൃഷ്ണൻ സാർ തന്നെ വായിച്ചോട്ടെ. അത് കഴിഞ്ഞ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. മറ്റേ ശോഭ ചേച്ചി ചൊല്ലിക്കോളൂ. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ഖലു ദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ പുനരപി രജനീ പുനരപി ദിവസ പുനരപി പക്ഷ പുനരപി മാസ പുനരപ്യയനം പുനരപി വർഷം തദപി ന മുഞ്ജത്യാശാമർഷം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഗ്രന്ഥകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജയശങ്കര. ജയശങ്കര. ലീല ചേച്ചി ഞാൻ ചൊല്ലിക്കുന്നോ? ചൊല്ലിക്കോളൂ. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഡരേ ശയനം ഇഹ സംസാരേ ഖലു ദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ പുനരപി ജനനി പുനരപി ദിവസ പുനരപി പക്ഷ പുനരപി മാസ പുനരഭ്യയനം പുനരപി വർഷം തദപി ന മുഞ്ജത്യാശാമർഷം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഗ്രന്ഥകരണേ. ജയശങ്കര. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ സുരേഷ് ഏട്ടാ ഇന്നത്തെ ക്ലാസ് നമുക്ക് എല്ലാവർക്കും നമസ്കാരം. അഹം ബ്രഹ്മാസ്മി ഇന്ന് ഈ
ആദിശങ്കരാചാര്യ വിരചിത രചനകളുടെ ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കിത് പറഞ്ഞു തരുവാൻ നമ്മുടെ കൂടെ തന്നെയുള്ള ഗുരുനാഥനുള്ളത് വളരെ ഭാഗ്യമായി തന്നെ കണക്കാക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും സാഫല്യത്തിലേക്ക് നീങ്ങട്ടെ. അതുപോലെ തന്നെ ശ്രീ ശങ്കരസ്മൃതി ഏപ്രിൽ 19 നടക്കുകയാണ്. തീർച്ചയായും എല്ലാവരും അതിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾ പുറമെ പിന്നീട് അറിയിക്കുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. ജയശങ്കര. 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 ജയശങ്കര.